ഇപ്പോഴത്തെ ഈ ചൂടിൽ എസിയും ഫാനും ഒന്നുമില്ലാതെ കിടന്നുറങ്ങാൻ ആർക്കും സാധിക്കില്ല. ചൂട് കൂടിയതോടെ ഫാൻ പോലെ തന്നെ ഒട്ടുമിക്ക വീടുകളിലും എസികളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാത്രി മുഴുവൻ എസി ഇട്ടാണ് പലരുടെയും ഉറക്കം. എന്നാൽ ഈ ഉറക്കം നല്ലതാണോ? എസി ഇട്ട് ഉറങ്ങുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. എസി വെച്ചിട്ടുള്ള മുറികളുടെ വാതിലും ജനലും ശരിയായി അടയ്ക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മുറികളിൽ പൊടികളും മറ്റ് മാലിന്യങ്ങളും അടിഞ്ഞുകൂടാനും കാരണമാകും. ഇത് വായുവിന്റെ ഗുണനിലവാരം മോശമാക്കുകയും ചെയ്യും. ഇതുവഴി അലർജി, ആസ്മ പോലുള്ള അസുഖങ്ങൾ വർദ്ധിക്കാനും ഇടയുണ്ട്. ഈർപ്പത്തിന്റെ സാന്നിധ്യം നിറയുന്നത് ശ്വസന പ്രശ്നങ്ങളിലേക്കും മുറിയിലെ ദുർഗന്ധത്തിനും കാരണമാകും. എയർ കണ്ടീഷണർ വെന്റുകളിൽ നിന്നുള്ള തണുത്ത വായു തുടർച്ചയായി എത്തുന്നത് ചെവികളിൽ അണുബാധയ്ക്ക് കാരണമാകും. ചെവികളിൽ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുകയും ചെയ്യും. എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ ഉറങ്ങുന്നത് ശരീരത്തെ അമിതമായി തണുപ്പിക്കാൻ സഹായിക്കുമെങ്കിലും ശരീരത്തിന്റെ സ്വാഭാവികമായ താപനില നിയന്ത്രണ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രായമായവരിലും കുട്ടികളിലും ഇത് വിറയൽ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുന്നതിനാൽ കണ്ണുകളും ചർമ്മവും വരണ്ടതാകാനും ഇടയാക്കുന്നു. ചിലർക്ക് ചർമ്മം വരണ്ട് ചൊറിച്ചിലും അനുഭവപ്പെടും. ഇത്തരക്കാർ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മോയ്സ്ചറൈസറും സോപ്പും പതിവായി ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. എസി ഉള്ള മുറിയിൽ ഉറങ്ങുമ്പോൾ താപനില 24°C പരിമിതപ്പെടുത്തുന്നതാണ് എപ്പോഴും നല്ലത്. പുറത്തെ താപനില, ഈർപ്പം, അളവ് തുടങ്ങിയ ബാഹ്യ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ക്രമീകരണങ്ങൾ നടത്താം. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആളുകൾ ഏറ്റവും കുറഞ്ഞ താപനിലയിൽ എസി സജ്ജമാക്കാൻ മുതിരാറുണ്ട്. പക്ഷേ ആരോഗ്യത്തിന് അതത്ര നല്ലതല്ല. എസിയുടെ ഫിൽറ്ററുകൾ 6 മാസത്തിലൊരിക്കൽ വൃത്തിയാക്കുകയും വേണം. ഇതിൽ പൊടി നിറയുന്നത് അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. എസിയിൽ കൂടുതൽ നേരം കിടക്കുന്നത് നിർജ്ജലീകരണത്തിനും കാരണമാകും. പലപ്പോഴും ദാഹം തോന്നാത്തതുകൊണ്ട് പലരും വെള്ളം കുടിക്കാറില്ല. എന്നാൽ ദാഹം തോന്നിയില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുകയും വേണം.